ചൈനയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരികയാണ്. പക്ഷേ ആ വാർത്തയും ദൃശ്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരു സത്യം. എങ്കിൽ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചില സൂചനകളും വാർത്തകളും റിപ്പോർട്ടുകളും ഇത് സംബന്ധിച്ച് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിലേക്ക് ഒരു വിമാനം കഴിഞ്ഞ ദിവസം ഇടിച്ചു കയറി. പൈലറ്റിന് ദാരുണാന്ത്യമായിരുന്നു. കെട്ടിടത്തിലുണ്ടായിരുന്ന 13 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ബെയ്ജിംഗിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് വലിയ അപകടമുണ്ടായത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. 109 നിലകളുള്ള സിറ്റിക് ടവറിൽ വലിയ കേടുപാടുകളാണ് വിമാനം ഇടിച്ചു കയറിയതിന് പിന്നാലെ ഉണ്ടായത്. സംഭവത്തിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ ഈ അപകടത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്നതിന് ചൈനീസ് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കാണ് നിലവിൽ ഈ അപകടം ചർച്ചാ വിഷയമാകാൻ കാരണം. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ചൈനയിലേക്ക് ഒരു ചെറു വിമാനം നുഴഞ്ഞു കയറിയതാണ് സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ചെറു വിമാനം കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ചൈനീസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ചൈനീസ് വൈൻ കുപ്പിയുടെ രൂപത്തിലുള്ള കെട്ടിടത്തിലേക്ക് നിരവധി സന്ദർശകരാണ് എത്താറുള്ളത്. അതീവ സുരക്ഷാ നിയന്ത്രണങ്ങളുള്ള ബെയ്ജിംഗ് നഗരത്തിന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ വ്യോമാപകടം സംഭവിച്ചത്. ചൈനീസ് ഭരണകൂടത്തിന്റെ സുപ്രധാന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് തൊട്ടടുത്താണ് ഈ കെട്ടിടം എന്നതിനാൽ വലിയ സുരക്ഷാ ആശങ്കകളാണ് ഈ സംഭവം ഇപ്പോൾ ചൈനയിൽ ഉയർത്തിയിരിക്കുന്നത്. ചാവോയാങ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട വിവരപ്രകാരം ഒരൊറ്റ എഞ്ചിൻ മാത്രമുള്ള 2 സീറ്റുകളുള്ള ചെറിയൊരു സ്പോർട്സ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വൈകുന്നേരം ഏകദേശം 5:55 നഗരത്തിലെ തിരക്കേറിയ ഈസ്റ്റ് തേർഡ് റിംഗ് റോഡിന് സമീപം വെച്ച് വിമാനം നിയന്ത്രണം വിട്ട് ഈ കൂറ്റൻ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് വിമാനത്തിൽ പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഇയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടതായും ചൈനീസ് അധികൃതർ പറയുന്നുണ്ട്. ഏകദേശം 528 മീറ്റർ ഉയരമുള്ള സിറ്റിക് ടവർ ചൈന സുൻ എന്ന പേരിലാണ് പരക്കെ അറിയപ്പെടുന്നത്. ബീജിംഗിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ 109 നില കെട്ടിടത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ജോലി ചെയ്യുന്നത്. വിമാനം വന്നിടിച്ചതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ മുകൾ നിലകളിലെ 2 വലിയ ഗ്ലാസ് പാനലുകൾ തകരുകയും വലിയൊരു ദ്വാരം രൂപപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിന്റെ താഴെ വീണ് കിടക്കുന്നതായി ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് വലിയ രീതിയിലുള്ള മറ്റ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ 13 പേരെയും ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ ആരും തന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്നവരല്ല എന്നാണ് പരിസര പ്രദേശങ്ങളിലും മറ്റുമുള്ളവരൊക്കെ പറയുന്നത്. എന്തായാലും എന്താണ് ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറം ലോകം അറിയുന്നില്ല. ചൈനീസ് സർക്കാർ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾക്കും വലിയ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്.